നമസ്കാരം. ജീവൻ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. പ്രവാസി മലയാളികൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്ത് വന്നിറങ്ങുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ടാണ് അവരുടെ പ്രവാസ യാത്ര ആരംഭിക്കുന്നത്. അവരുടെ ജീവിതത്തിലുടനീളം നമ്മൾ കാണുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത് കഠിനാധ്വാനത്തിൻ്റെ, ആത്മാർത്ഥതയുടെ, സത്യസന്ധതയുടെ ഒരു കഥയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നത് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി എന്ന പ്രദേശത്തു നിന്നും പ്രവാസ ജീവിതം ആരംഭിച്ച ശ്രീ ഹാഷിമാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹം ഇന്ന് ഹാർഡ്വെയർ ഷോപ്പ് നടത്തുന്നു, ഓട്ടോ ഗാരേജുണ്ട്, ഒരു മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അങ്ങനെ ഒട്ടനവധി ബിസിനസ് രംഗങ്ങളിൽ വിജയം കൈവരിച്ച അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. കണ്ണൂർ പഴയങ്ങാടി, അതെ, അതാണ് ജന്മദേശം. അതെ. പിതാവിന് എന്ത് ജോലിയായിരുന്നു? പിതാവിന് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് തന്നെയായിരുന്നു. ബിസിനസ് രംഗത്ത് നാട്ടിൽ പുള്ളി ഗൾഫിലുണ്ടായിരുന്നു മുമ്പ് കാലം. ദുബായിൽ തന്നെയായിരുന്നു. ദുബായിൽ തന്നെ ആയിരുന്നു. പിതാവിൻ്റെ പേര് എറമുള്ളാൻ. എത്രാമത്തെ മകനായിരുന്നു? ഞാൻ രണ്ടാമത്തെ ആളാണ്. മൊത്തം 5 പേര്. 5 പേരിൽ രണ്ടാമത്തെ ആളാണ്. രണ്ടാമത്തെ 4 പിന്നെ ബ്രദേഴ്സ് ഇവിടെ തന്നെ ഉണ്ട്. 4 ആളും എല്ലാവരും ഫാമിലി അടക്കം ഇവിടെ തന്നെ താമസിച്ചിട്ടാണ്. 5 ആൺമക്കളാണ്. 5 ആൺമക്കൾ. ഇളയത് പെണ്ണാണ്. പെണ്ണ് നാട്ടിൽ തന്നെയായിരുന്നു. നാട്ടിൽ തന്നെ. അപ്പോൾ ശരിക്കും കുട്ടിക്കാലം മുതൽ ഉപ്പ നടത്തുന്ന ബിസിനസ് രംഗങ്ങൾ കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ്. നമ്മുടെ കുടുംബം പൊതുവെ ഒരു ബിസിനസ്സിൽ ഫാമിലി കുറച്ചൊരു ഇതെല്ലാം അറ്റാച്ചുള്ള പൊതുവെ ബിസിനസ് രംഗത്ത് തന്നെയാണ്. അതെ അതെ അതെ. ശരിക്കും ബിസിനസ് എന്ന ഒരു ആശയമായിട്ട് തന്നെയാണ് 25 വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിലേക്ക് വരുന്നത്. ശരിയാണ്, തീർച്ചയായിട്ടും. ഒരു ജോലി എന്ന സ്വപ്നം അല്ല, എല്ലാവരെയും പോലെ ജോലി എന്ന സ്വപ്നമായിട്ടല്ല. ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും പഠിക്കുക, പിന്നെ ബിസിനസ്സിലേക്ക് വന്ന ആളല്ല. ബിസിനസ്സിൽ തന്നെ ഇവിടെ വരുന്നതിന് മുമ്പേ നാട്ടിലും കുറേശ്ശെ ബിസിനസ് എല്ലാം ചെയ്തിട്ട് തന്നെ വന്നിട്ടുണ്ട് പൊതുവെ. കാരണം ഇവിടെ പിന്നെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പൊതുവെ താല്പര്യം ഉള്ള ആളല്ല പൊതുവെ. അങ്ങനെയാണ്. മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുക, അതാണ് ലക്ഷ്യം. അതന്നെ കുറച്ചും കൂടി. തുടക്കം എങ്ങനെയായിരുന്നു? കാരണം എന്ന് വെച്ചാൽ 25 വർഷങ്ങൾക്ക് തുടക്കം കുറച്ച് വിഷമിച്ചിട്ട് തന്നെയായിരുന്നു തുടങ്ങിയത്. കാരണം എല്ലാവരും കൂടെ മാറി, എല്ലാവരും ഉള്ള മാതിരി തന്നെ പൊതുവെ കുറച്ച് വിഷമിച്ചിട്ടല്ലായിരുന്നു. കാരണം ഒരു ഗ്രോസറി മുതലാണ് സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ആദ്യം ഗ്രോസറിയിലെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഷകളും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റി. ഇവിടുന്ന് ഏറ്റവും മെയിൻ പ്ലസ് പോയിൻ്റ് അതായിരുന്നു. പിന്നെ സ്റ്റെപ്പായിട്ട് ഗ്രോസറി കുറച്ച് വർഷം കഴിഞ്ഞ് പിന്നെ അതിന് പല ബിസിനസ്സും കുറേശ്ശെ ഇതായി. പിന്നെ ജ്യേഷ്ഠനനുജന്മാരെ സപ്പോർട്ടെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. എല്ലാവരും ബ്രദേഴ്സെല്ലാം അന്നേരം ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവരും. അങ്ങനെ നല്ല രീതിയിൽ ഒട്ടനവധി ബിസിനസ് രംഗത്ത് തുടക്കം പരീക്ഷിച്ചു. അതെ. തുടക്കം വളരെ പിന്നെ വിഷമിച്ചിരുന്നു. കുറേ വർഷം, 5-6 വർഷം തീരെ ഒന്നും കാര്യമായിട്ടൊന്നുമില്ല. ബിസിനസ് ഉണ്ട് എന്നല്ലാതെ കാര്യമായിട്ടുള്ള പ്രോഫിറ്റും ഇതൊന്നും ബെനിഫിറ്റൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ദൈവം സഹായിച്ചിട്ട് കുറേശ്ശെ പച്ച പിടിച്ചിട്ട് നമ്മൾ ഒരുവിധം നല്ല രീതിയിൽ എത്തിയതാണ്. എന്തായാലും ഇപ്പം അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെയായിരുന്നു. നല്ല രീതിയിൽ തന്നെയാണ്. നമ്മൾ എന്നെ അറിയുന്നവർക്ക് അറിയാം. എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി കൊടുക്കുക, പക്ഷെ അതിന് കണക്കായിട്ടുള്ള ജോലിക്കാർക്കുള്ള അതിൻ്റെ ബെനിഫിറ്റ് ഇതൊക്കെ എൻ്റെ മാന്യമായ രീതിയിൽ തന്നെ. ഇന്ന് ഒരു ഹാർഡ്വെയർ ഷോപ്പുണ്ട്. അതെ. ബിൽഡിംഗ് മെറ്റീരിയൽസ്. അതെ. അത് അൽക്കൂസിൽ റെസിഡൻഷ്യൽ ഏരിയയിലാണ്. റെസിഡൻഷ്യൽ ഏരിയ. പിന്നെ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, പിന്നെ ഗാരേജ്, അങ്ങനെയുള്ള ഒരു മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതെ. മെയിൻ്റനൻസ് അത് ഹാർഡ്വെയറുമായിട്ട് കണക്റ്റഡ് ആണ്. അതെല്ലാം കണക്റ്റഡ് ആണ്. പൊതുവെ എല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ബിസിനസ്സാണ്. റിയൽ എസ്റ്റേറ്റിൻ്റെ കൂടെ ഈ മെയിൻ്റനൻസ് മസ്റ്റാണ്. പിന്നെ ഹാർഡ്വെയർസും ഇതൊക്കെ മസ്റ്റാവും. അപ്പോൾ അതിനെല്ലാം കണക്റ്റാവും. അതിൽ കുറേ ജോലിക്കാരുണ്ട്. എല്ലാവരും ആത്മാർത്ഥതയുള്ള ജോലിക്കാരാണ്. കൂടുതൽ നമ്മളെ നാട്ടിലുള്ള ആൾക്കാരനാണ്. അവരെല്ലാം 100% നമ്മളിവിടെ വളരെ കൂറ് പുലർത്തുന്ന ആൾക്കാരാണ് പൊതുവെ. അതിന് കണക്കായിട്ടുള്ള ബെനിഫിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ശരിക്കും ഓട്ടോ ഗാരേജ് ഇപ്പോൾ വളരെ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതാണ്. അതെ. ഇപ്പം അടുത്ത് സ്റ്റാർട്ട് ചെയ്തു. ആ മേഖലയും കൂടി ഒന്ന് പരീക്ഷിക്കാം. കാരണം അതും കൂടെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട്. ശരിക്കും ഒരു ബിസിനസ്സിന് പറ്റിയ ഒരു ഹബ്ബാണ് ദുബായ് എന്ന് പറയുന്നത്. അതെ. എന്തായാലും തീർച്ചയായിട്ടും. കാരണം ബിസിനസ് എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും വളരെ ഇവിടുത്തെ ഗവൺമെൻറ് വളരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് സംഗതി. വളരെ ഡീസൻ്റായിട്ടാണ് പൊതുവെ നമ്മളോടെല്ലാം പെരുമാറുന്നത്. പൊതുവെ ഇവിടുത്തെ ലോക്കൽസ് ഒക്കെ, പിന്നെ അറബികൾ എല്ലാവരും വളരെ നമ്മൾക്ക് നല്ല സപ്പോർട്ടാണ്. കാരണം അവരോട് എത്ര വിധത്തിൽ നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രയും സപ്പോർട്ടുള്ളവരാണ്. വളരെ സ്നേഹിച്ചാൽ
ഭയങ്കര സ്നേഹിക്കുന്നവരാണ് ഇവിടുത്തെ ലോക്കൽസ് പൊതുവെ. നമ്മൾ ഇതുവരെയുള്ള അനുഭവം അങ്ങനെയാണ്. നമ്മളെ വളർച്ച അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. എന്തൊക്കെ കാര്യങ്ങളാണ്, കാരണം ഈ അറബ്സിൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളും ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനുണ്ട്. ഉണ്ട്. അവരെ വിശ്വസിച്ചാൽ അവരെല്ലാം പിന്നെ തരും, അങ്ങനത്തെ ഒരു ടൈപ്പ്. കാരണം പൂർണ്ണമായിട്ടും നമ്മളും അതുപോലെ കാണിക്കണം. കാരണം നമ്മളും നല്ല രീതിയിലാണ്, വളരെ നല്ല രീതിയിൽ അവരോട് പെരുമാറുന്നത്, അവരിങ്ങോട്ടും വളരെ നല്ല രീതിയിൽ തന്നെ. കാരണം ഇവർക്ക് പിന്നെ ഒരു പൊതുവെ ഉള്ളിൽ വെച്ചിട്ടുള്ളൊരു ഇതൊന്നുമില്ല, വിദ്വേഷം വെച്ചിട്ടുള്ള പരിപാടി ക്യാരക്ടറല്ല, വളരെ ഇതാണ്, ഒരു ട്രാൻസ്പെറന്റ് ആണ്. അതെ അതെ കറക്റ്റ്. കാരണം അസൂയ അങ്ങനെയുള്ള ഒന്നുമില്ല ഇവർക്ക്. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അഭിമാനിക്കുന്ന ഒരു വിഭാഗം അത് തന്നെയാണ് അറബ്സ്. ഇവിടുത്തെ ഗവൺമെന്റിനെ പറ്റിയിട്ടും വളരെയധികം നല്ലതേ പറയാനുണ്ട്. കാരണം ഇവിടുത്തെ വളർച്ചയിൽ നമ്മളെ കൺമുമ്പെന്ന് വളർന്നതാണ് ഇവിടുത്തെ പൊതുവെയുള്ള. ഇവിടെ അൽക്കൂസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്നും നമ്മളെല്ലാം വരുമ്പോൾ ഇവിടെ വെറും മരുഭൂമിയായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 25 വർഷം മുമ്പേ, ഓൾറെഡി 25 വർഷത്തിന് മേലെ ഞാനിവിടെ അൽക്കൂസ് ഏരിയയിൽ തന്നെയാണ് ശരിക്കും കംപ്ലീറ്റ്. നമ്മളെ എല്ലാ ബിസിനസ്സും ഇവിടെയാണ് ശരിക്കും. ആദ്യം പിന്നെ ഇമിഗ്രേഷൻ്റെ അടുത്ത് ജാഫ്ലിയിൽ നിന്നാണ് സ്റ്റാർട്ടിങ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇവിടെ അൽക്കൂസ് ഇവിടെ നമ്മളൊരു ബിസിനസ്സെല്ലാമായിട്ട് ഇവിടെ തുടങ്ങിയതാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല, വെറും മരുഭൂമിയായിരുന്നു. കുറച്ച് ലേബർ ക്യാമ്പ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായി. പിന്നെ എല്ലാം നമ്മുടെ കൺമുമ്പൊന്ന് കണ്ടതാണ്. ഇവിടുത്തെ മെട്രോ, ഇവിടുത്തെ ബുർജ് ഖലീഫ എല്ലാം നമ്മൾ താമസിക്കുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത് ദുബായിയുടെ ഒരു മനോഹാരിത കാണാൻ പറ്റും രാത്രി. ഓ ഭയങ്കര. അതെ, ഇവിടുന്ന് തന്നെ റോഡിലേക്ക് നമുക്ക് കടക്കാം. അതെ അതെ. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട കാരണം ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളെ. അതന്നെ കറക്റ്റ്. കാരണം ഇവരെ ഭരണാധികാരികൾക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവരെ കാലഘട്ടത്തിൽ അനുഭവിക്കുന്നതിനേക്കാളും മറ്റുള്ള ഫ്യൂച്ചറിൽ ഇവിടുത്തെ ഭാവിയിലുള്ള ജനങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നത്. പക്ഷേ എന്നിട്ടും കൂടി ഇവർ വളരെ കൃത്യമായിട്ടൊക്കെ ചെയ്തു വെക്കുന്നു. കാരണം ഇവർ ചിലപ്പോൾ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കില്ല ഈ ഓരോ പ്രോജക്റ്റും, അത് അടുത്ത തലമുറക്ക് വേണ്ടിയിട്ടാണ് ചെയ്തു വെക്കുന്നത്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഈ 200-ൽ പരം രാജ്യങ്ങളിലുള്ളവർ അധിവസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ UAE എന്ന് പറയുന്നത്. അതെ അതെ. ഈ അവരുടെ വിശ്വാസവും അവരുടെ ജീവിത രീതിയും ഒക്കെ ഹനിക്കാതെ അത് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഇവർ നൽകിയിട്ടുണ്ട്. ഉണ്ട്. അതൊരു വലിയൊരു പ്രത്യേകത. അതെ അതെ, പ്രത്യേകത. ഇവിടെ ജാതി മതം അങ്ങനത്തെ ഒരു വേർതിരിവില്ല. എല്ലാവരും ഇവരിപ്പം ഇവിടുത്തെ ലോക്കൽസ് നമ്മളെല്ലാം കാണുന്നവിടെ ഈ ജാതി മതത്തിൻ്റെ ഇതൊന്നുമില്ല. വളരെ നല്ല രീതിയിലാണ് എല്ലാവരും കാണുന്നത്. എല്ലാവരും മനുഷ്യനായിട്ടാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ്? സ്വാധീനിച്ച വ്യക്തി പറഞ്ഞാൽ നമ്മളൊരു കാരണവറാണ്, അലിക്കാന്ന് പറഞ്ഞിട്ട്. പുള്ളി എന്തെല്ലാം ഒരു വ്യക്തി, ഒരു പ്രത്യേക പേഴ്സണാലിറ്റിയാണ് ശരിക്കും. പുള്ളി ഫസ്റ്റ് തുടങ്ങുന്നത് നേവിയിലാണ് പുള്ളി സ്റ്റാർട്ടിങ്, പിന്നെ ജോലി. പിന്നെ പുള്ളി നേവിയിൽ റിട്ടയർഡായി പിന്നെ എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക ക്യാരക്ടറാണ് എല്ലാം കൊണ്ടും. പുള്ളീൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഏതിനും അന്നേരം പ്രതികരിക്കും. കാരണം നമ്മളെ മലയാളീസിൻ്റെ ഏറ്റവും വലിയ മൈനസ് പോയിന്റ് ഞാൻ കണക്ക് കൂട്ടുന്നത് നമ്മളെ പ്രതികരണ ശേഷി കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റ് കണ്ട അന്നേരം പ്രതികരിക്കണം, അതാണ് ശരിക്കും വേണ്ടത്. അത് പുള്ളിക്ക് ഏറ്റവും പിന്നെ ഞാൻ കണ്ട പ്ലസ് പോയിൻ്റാണ്. കാരണം ഏതിനും തെറ്റ് കണ്ട അന്നേരം പ്രതികരിക്കും, അന്നേരം പൊട്ടിത്തെറിക്കും ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടടുത്ത്. അദ്ദേഹമായിട്ടുള്ള ഒരു സഹവാസം നല്ല ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അത് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ബിസിനസ്സിൽ പിന്നെ പുള്ളി പൊതുവെ നാട്ടിലായിരുന്നു, എന്നാലും പുള്ളി നമ്മളായിട്ട് കണക്ഷൻ നല്ല ഉപദേശങ്ങളെല്ലാം പൊതുവെ തരുമായിരുന്നു. ഭയങ്കര ഇതാണ്, നല്ല പേഴ്സണാലിറ്റിയാണ്, നല്ല ഉപദേശകനാണ്, എല്ലാം കൊണ്ടും നല്ല വ്യക്തിയാണ്. ഒരു ബിസിനസ് വിജയിക്കാൻ വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഏറ്റവും വലിയ ഇതായിട്ട് കാണുന്ന പറഞ്ഞാൽ പിന്നെ തൊഴിലാളികളെ സ്നേഹിക്കുക. തൊഴിലാളികൾക്ക് നമ്മളെ മതത്തിൽ പറയുന്ന പറഞ്ഞാൽ അവരെ വേർപ്പ് ഉണങ്ങുന്നതിന് മുമ്പേ അവരെ കൂലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വരമ്പത്ത് കൂലി, അതതിൻ്റെ സത്യം. അത് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ വിജയമുണ്ട്. അത് തന്നെയാണ് ഇക്കാടെ വിജയരഹസ്യവും. വളരെ കുട്ടിക്കാലം മുതൽ ഉപ്പാട ബിസിനസ്സിനെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. ഉപ്പാട ജീവിത രീതി, ആ ഒരു ബിസിനസ് ശൈലി എത്രത്തോളമാണ് താങ്കളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത്? ഉണ്ട്. നമ്മളെ ചെറുപ്പത്തിലെ ഉപ്പാര ബിസിനസ്സിൻ്റെ കൂടെ അവിടെ പോയി നോക്കിക്കാണെല്ലാം ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം എന്തായാലും ഉണ്ട്. അത് ആ ബിസിനസ്സിലേക്ക് തന്നെ തിരിയാൻ വേണ്ടി നമ്മളെല്ലാവരും തന്നെ പൊതുവെ ബിസിനസ്സിലേക്കാണ് എല്ലാവരും. നമ്മളെ ബ്രദേഴ്സെല്ലാം ഇവിടെ എല്ലാവരും ബിസിനസ്സാണ് ചെയ്യുന്നു, പലതരത്തിലുള്ള. അപ്പോൾ അതുതന്നെ എല്ലാവരും
പിന്നെ ഉപ്പാൻ്റെ സ്വാധീനത്തിൻ്റെ ഇതിൽ തന്നെ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഉമ്മയുടെ പ്രാർത്ഥന, ഇവിടെ ഉമ്മാരെ പ്രാർത്ഥന, ഇവിടെ ഏറ്റവും നല്ല സാഹചര്യമാണ് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഒരു കച്ചവടക്കാരൻ എന്ന നിലയിൽ, കാരണം കച്ചവടത്തിൽ ഏറ്റവും കൂടുതൽ നീതി പുലർത്തേണ്ടത് സത്യസന്ധതയ്ക്കാണ്. അതെ അതെ, കറക്റ്റ്. ആ ഒരു സത്യസന്ധതയാണ് കച്ചവടത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. എത്രത്തോളമാണ് അത് ഒരു അതെന്തായാലും നമ്മളിനി നഷ്ടം വരുന്ന സംഗതി ആയാലും നമ്മൾ കളവ് പറയാൻ പാടില്ല. ഇപ്പോൾ കച്ചവടത്തിൽ നഷ്ടം വരുന്നുണ്ടെങ്കിലും കൂടി നമ്മൾ കളവ് പറയാൻ പാടില്ല. അതാണ് എൻ്റെ പോളിസി. നമ്മളിപ്പോൾ ഒരു കച്ചവടം ചെയ്യുന്നത് നഷ്ടത്തിനാണ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ കളവ് പറഞ്ഞാൽ അതിൽ ലാഭം കിട്ടും ചിലപ്പോൾ, പക്ഷേ എന്നാലും നമ്മൾ കളവ് പറയാൻ പാടില്ല. അതിൻ്റെ യാഥാർത്ഥ്യം പറയണം. അതായത് ശരി. അത് നമ്മൾ മതം പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ് ശരിക്കും. കാരണം കച്ചവടം എന്ന് പറഞ്ഞാൽ കച്ച കപടം ആവരുത്, കച്ചവടം തന്നെ ആയിരിക്കണം. അതതിൻ്റെ സത്യം. അതുപോലെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ഒരു അസറ്റാണ്. നമ്മളൊരു തൊഴിലാളികൾ എന്ന് പറയുന്ന പോലെ തന്നെയാണ് കസ്റ്റമേഴ്സ് ഒരു സൈഡ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സഡ് ആകുമ്പോഴാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഇവർ രണ്ടുപേരെയും കൂടെ യോജിക്കുമ്പോഴാണ് നമ്മളൊരു ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റ്. അതെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കസ്റ്റമേഴ്സിനെ ശരിക്കും നമ്മൾ അത്രയും ബഹുമാനിക്കണം പൊതുവേ. അത് എൻ്റെ സെയിൽസ്മാൻഷിപ്പ് ഞാൻ കുറച്ച് നാട്ടിലെല്ലാം ജോലി ചെയ്ത് സെയിൽസ്മാനായിട്ട് ജോലി ചെയ്തിട്ട് അന്നേരം എനിക്കറിയാമായിരുന്നു. കാരണം കസ്റ്റമേഴ്സിനെ നമ്മൾ കൂടുതൽ ബഹുമാനിക്കണം, കസ്റ്റമേഴ്സിനെ നമ്മൾ കയ്യിലെടുക്കണം, ബഹുമാനത്തോട് കയ്യിലെടുക്കണം. എന്നാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവർ നമ്മളെ ഇതിലേക്ക് വരും. അതതിൻ്റെ ശരി. എവിടെ നിന്നാണ് വിവാഹം കഴിച്ചത്? പയ്യന്നൂർ, പെരുമ്പ. വൈഫിൻ്റെ പേര് ഷാഹിദ. എത്ര കുട്ടികളാണ്? 3 കുട്ടികൾ. മൂത്തയാള് പിന്നെ മോള് ഷഹമിയ, കല്യാണം കഴിഞ്ഞ് ചെറിയ കുട്ടിയുണ്ട് ഇപ്പോൾ. പേരക്കുട്ടിയുണ്ട്. അതെ പേര് പേരക്കുട്ടിയുടെ ഐദ് അഹമ്മദ്. രണ്ടാമത്താണ് രണ്ടാമത്തെ ആള് ഷഹസിൻ ഹാഷിം, പുള്ളി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം. മൂന്നാമത്തത് യാസിദ് ഹാഷിം, 9th സ്റ്റാൻഡേർഡ്, ഇവിടെ അവറോണ ഇന്ത്യൻ സ്കൂൾ. പിന്നെ മകളുടെ ഭർത്താവ് സാദിഖ്, മുഹമ്മദ് സാദിഖ്, ഇപ്പം നാട്ടിലുണ്ട്. ഒരു സന്തോഷമായ ഒരു കുടുംബ ജീവിതവും അതെ ഹാഷിംകാടെ ജീവിതത്തെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അത് എത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഉണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളെല്ലാ വിഷമങ്ങളും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ നോർമലായിട്ട് അത് ഇതാവും, അങ്ങനെ അതിൻ്റെ റിലാക്സ് ആവും. കുടുംബം ഇവിടെ ഉള്ളതുകൊണ്ട് ഇന്ന് ഒരുപാട് ബിസിനസ് രംഗത്തുണ്ടെങ്കിലും അവിടെ എല്ലാം അതിൻ്റെതായ മാനേജിങ് സിസ്റ്റം ഉണ്ട്. എല്ലാവരെയും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ നമ്മളെ നാട്ടിൽ അടുത്തുള്ള ആൾക്കാരാണ്, ബന്ധുക്കളുണ്ട് കൂടെ. അപ്പോൾ അവരെല്ലാം നല്ല സഹകരണമാണ്. കാരണം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കൂടുതൽ പ്രഷർ കൂടുതലില്ലാത്തതും, കാരണം അവർ എല്ലാം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും, പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം. ആട്ടോ ഗാരേജ് രംഗത്തേക്ക് കടന്നു വന്നു. അതെ. എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഇന്ന് ആ ഗാരേജിലുള്ളത്? അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. എല്ലാ ഓട്ടോ മെക്കാനിക്, എല്ലാ പെയിൻറ്റിങ്, ഡെൻറ്റിങ്, ഓൾ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. ഈ കഴിഞ്ഞു പോയ 25 വർഷത്തെ പ്രവാസ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ എന്ത് തോന്നുന്നു മനസ്സിൽ? വളരെ സന്തോഷം തോന്നുന്നു. കാരണം നമ്മൾ പൂജ്യത്തിൽ ഒന്നുമില്ലാണ്ട് ഇവിടെ വന്നിന്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് കുറേ കാലം കാര്യപ്പെട്ടൊന്നുമില്ല. പിന്നെ പക്ഷേ ഇവിടെ നല്ലൊരു പിന്നെ ജീവിതം നമ്മൾക്ക് ഇവിടുന്ന് കിട്ടി. വളരെ നല്ല രീതി, എല്ലാം കൊണ്ടും, സാമ്പത്തികം കൊണ്ടും എല്ലാം കൊണ്ടും ഒരു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല കുറേ ആൾക്ക് ജോലി കൊടുക്കാൻ പറ്റി, അവരെ കുടുംബങ്ങൾക്ക് അവർ പോറ്റുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മൾക്ക് കുറേ ആൾക്ക്, നമ്മളെ കെയർ ഓഫിൽ കുറേ ആൾ ജോലി ചെയ്യുന്നു. അപ്പോൾ അവരേതായ കുടുംബങ്ങളെ പോറ്റുന്നു നല്ല രീതിയിൽ തന്നെ. പൊതുവെ എനിക്ക് അവരോട് പിന്നെ നല്ല സ്നേഹമാണ്. കാരണം അവർക്ക് നല്ല ബെനിഫിറ്റ് കൊടുക്കണം. ഞാൻ എപ്പം പറയും, അവർക്ക് ഈ തൊഴിലാളികൾക്ക് നല്ല ബെനിഫിറ്റ് കൊടുക്കണം. അവർ അർഹതപ്പെട്ട ശമ്പളവും അതിൻ്റെ ബെനിഫിറ്റും കിട്ടണം. ആവശ്യമായിട്ടുള്ള ലീവുകൾ എല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് കൊടുക്കലുണ്ട്. മെയിൻ്റനൻസിൻ്റെ കൂടെ എൻജിനീയറിംഗ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് എൻ്റെ മകളുടെ ഭർത്താവ് മുഹമ്മദ് സാദിഖാണ്. കൂടാതെ ഗാരേജിൻ്റെ മാനേജ് ചെയ്യുന്നത് നമ്മുടെ SP നൗഷാദ്, നമ്മുടെ അളിയൻ SP നൗഷാദ്. ഇവരെല്ലാം കൂടി നമ്മളെല്ലാവരും കൂടി കൂട്ടായ പരിശ്രമമാണ് നമ്മുടെ പിന്നെ ഇതിൻ്റെ വിജയം. ഇനിയുള്ള ഒരു ഫ്യൂച്ചർ നമ്മൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഫ്യൂച്ചർ ഇപ്പം ഇവിടെ കഴിയുന്നിടത്തോളം കാലം ഇവിടെ തന്നെ നിൽക്കണം. ഇവിടെ നമ്മളെ കുടുംബവും നമുക്ക് മക്കളെല്ലാം വിചാരിക്കുന്നത് ഇവിടെ തന്നെ മാക്സിമം ഇവിടെ തന്നെ കഴിയും വിധം ജീവിക്കാൻ പടച്ച തമ്പുരാൻ ദീർഘായുസും മനസ്സുഖവും തരുന്നിടത്തോളം കാലം അതെ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് തന്നെ ഉദ്ദേശം. കാരണം നാട്ടിലിപ്പോൾ തൽക്കാലം പെട്ടെന്ന് പോയിട്ട് സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശമില്ല. ഇവിടെ തന്നെ, ഇവിടെ എൻ്റെ മക്കൾക്കെല്ലാം ഇവിടെയാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തീർച്ചയായും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം. തിരക്കേറിയ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം
അനുവദിച്ച് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ ഓക്കെ വിഷ് യു ആൾ ദ ബെസ്റ്റ്. ഓക്കെ ഓക്കെ താങ്ക് യു വെരി മച്ച്. ഓക്കെ